ഹലോ ഗെയ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറേ ക്യൂട്ട് പട്ടിക്കുട്ടികൾ ഉണ്ടാക്കിയാലോ. നമ്മളൊരു 6 ഇഞ്ച് നീളമുള്ള ഒരു കാർഡ്ബോർഡ് പൈപ്പാണ് എടുത്തേക്കുന്നത്. ഞാൻ മുമ്പേ കട്ട് ചെയ്തിരിക്കുന്ന പോലെ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്ത് 2 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഒരു സൈഡ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. ഒരു പീസ് എടുത്തിട്ട് നടുക്ക് സൂപ്പർ ഗ്ലൂ കൊടുത്ത ശേഷം ഇങ്ങനെ ഫുള്ള് ചുറ്റിയെടുക്കുക. ഒരുമാതിരി കട്ടിക്ക് ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത ശേഷം ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. കൂടുതൽ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ചുറ്റിയെടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുറേ ഈ കളറുള്ള പല കളറിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അത് 3/4 ഇഞ്ച് PVC പൈപ്പ്, അല്ല 3/4 ഇഞ്ചല്ല, 1.25 ഇഞ്ച് PVC പൈപ്പൊക്കെ എടുക്കും. ഒരു 6 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്താൽ മതി. നമ്മുടെ താല്പര്യം പോലെ. ഞാനൊരു കാർഡ്ബോർഡ് പൈപ്പാണ് എടുത്തത്. വണ്ണം ഉണ്ടെങ്കിൽ ആ ക്യൂട്ട് പെട്ടി പിടിച്ച് വണ്ണത്തിലൊക്കെ ഇരിക്കും. നല്ല രസമാട്ടോ ഉണ്ടാക്കി കഴിയുമ്പോൾ. അത് ഞാനിവിടെ ചുറ്റിക്കഴിഞ്ഞ് അതവിടെ ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചു, കട്ട് ചെയ്തു. മറ്റേ PVC പൈപ്പിൻ്റെ മുകളിലോട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്ത ശേഷം ഒരു 3 ഈ വലിപ്പത്തിൽ തന്നെ ഏകദേശം 1.25 കനത്തിലൊക്കെയുള്ള ഈ വലിപ്പത്തിൽ തന്നെ ചുറ്റി നിരത്ത് മുട്ടുന്ന രീതിയിൽ നമ്മൾ അത് ശരിയാക്കി എടുക്കണം. കട്ട് ചെയ്ത് ഒരുമാതിരി കയറൊക്കെ പിടിഞ്ഞ് കിടക്കുകയല്ലേ, അതുപോലെ റൗണ്ട് ചെയ്ത് കട്ടിക്ക് കെട്ടി, എന്നിട്ട് നടുക്കൊരു കെട്ടൊക്കെ കൊടുക്കണം. ഇത് ഞാൻ ആ നൂല് വെച്ച് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ്. നല്ല വീഡിയോകൾക്കായി നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടിയ സാധനം എന്ന് പറഞ്ഞാൽ ഒരുപോലെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടിക്കുട്ടികളുടെ നാക്കിനെല്ലാം ഒരു സെയിം കളറ്. പിന്നെ ഈ ചുറ്റുന്നൊക്കെ ചെയ്യുന്നതല്ല ഒരേ കളറിൽ തന്നെ ചെയ്യണം കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല രസം. അത് മുഴുവൻ കുറ്റി തീരാറായി. ഞാൻ വീഡിയോ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചുറ്റുന്നത് തന്നെ നിങ്ങളെ കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് മുഴുവൻ ഞാൻ ചുറ്റിയെടുക്കുകയാണ്. ചുറ്റി തീരാറായിട്ടുണ്ട്. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കമൻറ്റോ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യണം. ഞാൻ ഗ്ലൂ ഒട്ടിച്ച് തീർത്തു. ഇത് കൊടുത്തൊരു 3 കെട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. 3 കെട്ട് സാധനം, 3 കെട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കണ്ടോണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യണം. നല്ല ടൈറ്റായിട്ട് ചേർക്കണം. അല്ലെങ്കിൽ പിന്നെ നൂല് ലൂസായി പോകാനും ഗ്ലൂ ഒട്ടാതിരിക്കാനും വിടവൊക്കെ വരാൻ സാധിക്കും. നല്ലപോലെ ഗ്ലൂ ചെയ്ത് അപ്ലൈ ചെയ്തു. പിന്നെ അത് മാറ്റി വെച്ചു. ഏകദേശം എൻ്റെ പകുതിയല്ല, അതിൻ്റെ പകുതി മുക്കാലും എടുത്തിട്ട് ഏകദേശം ആ വലിപ്പത്തിൽ തന്നെ 3 കെട്ട് ഇങ്ങനെ പനങ്ങും പിനിഞ്ഞെടുക്കണം. ഇങ്ങനെ പിനിഞ്ഞെടുക്കുവാണ്. നമുക്ക് ആ കണത്തിൽ തന്നെ ഏകദേശം ചുറ്റിങ്ങി പിരിഞ്ഞ് കലങ്ങും ചുറ്റി കാണിക്കുന്ന പോലെ എടുക്കണം. ഈ 3 കെട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെന്ന് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഭംഗി ഉണ്ടാക്കി കഴിയും. ഞാൻ 2 എണ്ണം തന്നെ ഉണ്ടാക്കി, 2 4 ഏകദേശം 4 എണ്ണത്തോളം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പല കളറിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തന്നെ ഇത് ഉണ്ടാക്കിയാണ്. കാണിക്കാവേ. എല്ലാവരും ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നമുക്കുള്ള വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ. ഏകദേശം ഈ കണക്കിൽ നമ്മൾ നടുക്ക് വെച്ച് കട്ട് ചെയ്യുക. അതൊക്കെ ഒരു 3 കെട്ട് വേണം. കട്ട് ചെയ്തെടുത്തു. ടൈറ്റാക്കി ഈ പരുവത്തിൽ കിടക്കണം. ഇവിടെ മൂർച്ചയുള്ള കത്രിക വേണം. കട്ട് ചെയ്തു. നമ്മൾ ആ പീസുകൾ എല്ലാം കട്ട് ചെയ്ത് മാറ്റി ഒരേ പരുവത്തിൽ മാറ്റി വെക്കും. ഇത് ചീപ്പൂർ വേണം കോമ്പ് ചെയ്ത് അവസാനത്തിൽ ഇതെല്ലാം കൂടെ ഒന്ന് കോമ്പ് ചെയ്യാൻ വേണ്ടി, കോമ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി ചീപ്പൂർ അതൊക്കെ ഒരു 3 പീസ് എടുക്കും. ഞാൻ ചുറ്റുകയാണ്. 2 വിരൽ വലിപ്പത്തിൽ കുറേ ചുറ്റിയെടുക്കണേ. ചുറ്റിയെടുത്തു.
ചെയ്തിട്ട് നടുവിൽ നിന്ന് എടുത്തിട്ട് കെട്ടി കൊടുക്കുക. ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം എല്ലാവരും. 2 ബോൾ ഉണ്ടാക്കി എന്നിട്ട് അവിടെ ഒട്ടിക്കുക. നേരെ താഴോട്ടാക്കി വെച്ചു. ഒരു പീസ് പുറവശത്തൊരു 2 എണ്ണം വെച്ചു. നേരെ ക്രോസ് ആക്കി വെച്ചു. എന്നിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണേ. കറങ്ങൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്ത ശേഷം അങ്ങനെ പിണിഞ്ഞങ്ങ് കൊടുക്കണം. പിന്നെ എൻ്റെ സ്നേഹമതിയായ ഭാര്യയാണ് എന്നെ എല്ലാത്തിനും സഹായിക്കുന്നത്. പിന്നെ മക്കളും കൂടാറുണ്ട്. ഇവിടെ കലാവിധി നിന്നാണ് ഇതെല്ലാം. ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ കാണിക്കുന്ന പോലെ എല്ലാം ചെയ്യണം കേട്ടോ. സ്പീഡപ്പായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് അതുപോലെ കണ്ടോ വെട്ടി കണ്ടോ. മുടിയൊക്കെ വേണ്ട, നല്ല പപ്പിക്കുട്ടനാകട്ടെ, നല്ല രസമായിട്ട്. അത് ഒരു നീളം കൂടുതൽ ഈ സൈഡ് കാണിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റി ഫ്രണ്ട് വശമാണേ. എന്നിട്ട് അടിവശം നീണ്ടിരിക്കുന്ന ഭാഗമെല്ലാം കട്ട് ചെയ്യണം. ഉണ്ടാക്കി വരുമ്പോഴേ അറിയത്തുള്ളൂ. കണ്ട കട്ട് ചെയ്ത് മാറ്റി 2 സൈഡ് റെഡിയാക്കി എടുത്തു. ഈ തള്ളിക്കിടക്കുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റി. ബാക്ക് സൈഡെല്ലാം ക്ലിയർ ചെയ്തെടുത്തു. ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നീണ്ടു കിടക്കുന്നതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഗ്ലൂ എടുത്ത് ഒട്ടിച്ചു. അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ കെട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുഖമൊക്കെ റെഡിയായി. പിന്നെ അതിൻ്റെ മൂക്കും കണ്ണും ഒക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. മൂക്കൊട്ടിച്ചു. കണ്ണൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. സൈഡിലോട്ട് നമ്മൾ കണ്ണൊട്ടിച്ചു. അതൊട്ടിച്ചു. പിന്നെ ഇങ്ങനെ സൈഡിലും കണ്ണൊട്ടിച്ചു. പുറവശത്ത് നമ്മൾ 2 ഇനി ഇവന് നമുക്കൊന്ന് നാക്ക് വെച്ച് കൊടുക്കാം. അതായത് ഈ കുത്തി വെച്ച് സ്പൂണിൻ്റെ കുത്തി വെച്ച് നമുക്കൊരു ചുറ്റി നാക്കുണ്ടാക്കാം. ഫോർക്ക് വെച്ച് നമുക്കൊരു നാക്കുണ്ടാക്കാം. നാക്കുണ്ടാക്കി ഒട്ടിച്ച് വെക്കണം. ചുറ്റി നമ്മൾ നാക്കുണ്ടാക്കുകയാണ്. റോസ് കളർ ഉണ്ടെങ്കിൽ ഇച്ചിരി ഭംഗിയുണ്ട്. ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കാം. ഞാൻ കാണിക്കുന്ന പോലെ തന്നെ കാണിക്കണേ. എന്നിട്ട് കട്ട് ചെയ്യുക.
ടൈറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കെട്ടണം, അല്ലെങ്കിൽ ലൂസാകും. നല്ലപോലെ ടൈറ്റായിട്ട് വലിച്ചു മുറുക്കി കെട്ടി നടുക്കുവശം കട്ട് ചെയ്ത് നാക്കിൻ്റെ രീതിയിൽ മുറിച്ചെടുക്കണം. 2-3 കെട്ട് കെട്ടണം, അല്ലെങ്കിൽ അഴിഞ്ഞു പോവേ. ഇത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. എന്നിട്ട് 2 പെടർത്തിയിട്ട് ഇത് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുക. നാക്കായി. പിന്നെ ഒരു 2 പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഫുള്ള് ചുറ്റിയെടുക്കണം. പിന്നെ പുറകെ വാലൊക്കെ പിടിപ്പിച്ച് കൊടുക്കണ്ടേ. കട്ട് ചെയ്തെടുത്തു. ഏകദേശം ഒരേ കനത്തിൽ തന്നെ വീതിക്ക് നമ്മൾ മുറിച്ചെടുത്ത് കെട്ടി മുറിക്കണേ. ഒരു 2-3 പീസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവസാനം എല്ലാവരും ഇങ്ങനെ കാണിക്കാം. കട്ട് ചെയ്ത് പാലുണ്ടാക്കി വെക്കണ്ടേ. ഒന്നുകൂടി ചുറ്റി സ്പീഡപ്പ് ചെയ്ത് കാണിക്കുകയാണ്, അല്ലെങ്കിൽ ടൈം പോകും. അതുകൊണ്ടാണ് കട്ട് ചെയ്തു. വീണ്ടും കിട്ടി. ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും കൊണ്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യിപ്പിച്ചേക്കണേ. നമ്മൾ വാലൊട്ടിച്ച് കൊടുത്തു. ചെവി വെക്കണ്ടേ, ചെവി നമ്മൾ പപ്പിക്കുട്ടിൻ്റെ ചെവി വെച്ച് കൊടുത്തു. ഒരു സൈഡിൽ കൊടുത്തു. ഇനി ഇങ്ങോട്ട് സൈഡും കൂടെ ചെവി വെച്ച് കൊടുക്കണം. സെറ്റപ്പല്ലേ? നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം, നല്ല വൃത്തിയില്ലേ? 3 കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ കാണുമ്പോൾ നല്ല രസമാണ്. 1 2 3 4 5 പേര്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ?